ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മാക്രോണി വാങ്ങുന്നതും കഴിക്കുന്നതും. അപ്പോൾ നമുക്കൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ. ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം കോരി മാറ്റി വയ്ക്കാം. ഒരു ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ അതിലേക്ക് 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ചേർത്ത് ഇതുപോലെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ബീൻസും ക്യാരറ്റൊന്നും അധികം വെന്ത് പോവാതെ ചെറുതായിട്ട് വാടുന്ന രീതിയിൽ മാത്രം വഴറ്റിയെടുക്കാം. ഈ പാസ്ത കഴിക്കുമ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ക്യാരറ്റും ബീൻസും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇടിച്ച മുളകും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. മറ്റൊരു പാനിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കാം. മൈദയും ബട്ടറും നന്നായിട്ട് മിക്സായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്ത് ഒരു വിസ്ക് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൈദയിലെ കട്ടകളൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഈ മിക്സ് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോൺസ് നമുക്കിതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അവസാനമായിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും കേട്ടോ. ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നതെങ്കിലും എനിക്കിത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ വൈറ്റ് സോസ് പാസ്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ.